നെക്സ്റ്റ് ടീം പോവാം. ലക്നൗ സൂപ്പർ ജയൻസ് അല്ലേ, നല്ല ടീമാണ്, അത്യാവശ്യം നല്ല ടീമുണ്ട് എന്നൊക്കെ പറയാം. പലരും ഇവർക്ക് ഒരു ഓപ്പണേഴ്സ് പോലും ഇല്ലെന്ന് കളിയാക്കി പറയുന്നുണ്ട്, അപ്പം അങ്ങനെ പറഞ്ഞു കാണുന്നുണ്ട്. പക്ഷേ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടീമാണ്. പക്ഷേ ഇവരുടെ പെർഫോമൻസ് ഡൗട്ടാണ്. അതാണ് ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത. ഭയങ്കരപ്പെട്ട പ്ലെയേഴ്സും ഉണ്ട്. ഓപ്പണിംഗ് സെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണെന്ന് പറയാം. എയ്ഡൻ മാർക്രം, മിച്ചൽ മാഷ്, ഇതാണ് ഓപ്പണേഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അവർക്കുള്ള ഓപ്പണേഴ്സ് വെച്ച് പോസിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതാണ് അവർക്ക് വരാൻ പോകുന്ന ഓപ്പണിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എയ്ഡൻ മാർക്കത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ബാറ്റ്സ്മാൻ, എക്സ്ട്രാ ഓർഡിനറി ക്യാപ്റ്റൻസി ഉള്ള നല്ല ഫസ്റ്റ് ക്ലാസ് പ്ലെയർ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ റീസെൻറ്റ് ഫോമാണ്. ഓപ്പണിങ്ങിലായാൽ പോലും പുള്ളിക്കാരൻ ഇപ്പം IPL റീസെൻറ്റ് ടൈം നോക്കി കഴിഞ്ഞാൽ SRHന് വേണ്ടിയിട്ടായാലും ഓപ്പണിംഗ് ബാറ്റ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്തല്ലാതെ മിഡിൽ ഓർഡറിൽ മധ്യനിരയിൽ 3 ആയാലും 4 നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള താരമാണ് എയ്ഡൻ മാർക്രം. ആ ഒരു പ്ലെയറാണ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള വലിയ പ്ലെയേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മൾക്ക് 25 26 ചെറിയ പയ്യൻ കേട്ടോ. കാണുമ്പോൾ വലിയ, ഞാനാദ്യം കരുതിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരു 30 years ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇല്ല, നല്ല ചെറിയ പയ്യനാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് വലിയ പ്ലെയേഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ പറയാറുണ്ട്. സോ എയ്ഡൻ മാർക്കം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് വിശ്വസിക്കാം നമുക്ക്. അദ്ദേഹം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീം ഗൺ ടീമാണ്. കാരണം ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് ഋഷഭ് പന്ത് ആണിൻ്റെ അഡീഷനാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ല പ്ലെയറാണ്. അതിലൂടെ നമുക്ക് വരാം. അതിന് മുന്നേ മിച്ചൽ മാഷ്, എയ്ഡൻ മാർക്കം. മിച്ചൽ മാഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നമുക്കറിയാം പുള്ളിക്കാരൻ ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ടും IPL ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയറായിട്ട് പുള്ളിക്കാരൻ ഇതുവരെ മാറാൻ പറ്റാത്തതിൻ്റെ എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുമ്പോൾ ഇഞ്ചുറിയാണ് പുള്ളിക്കാരൻ്റെ പ്രശ്നം. റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിലായപ്പോലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പെർഫോമൻസും ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നല്ല, ടീമിൽ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും ബാറ്റും ചെയ്യും, ബോളും ചെയ്യും, ഭയങ്കരമായിട്ട് ഹിറ്റും ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ മിച്ചൽ മാഷിൻ്റെ ഫോം എന്നുള്ളത് ഇഞ്ചുറി ഇല്ലാതെ ഫിറ്റ്നസ് ഉള്ളതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു ഓപ്പണിംഗ് സെറ്റായി കഴിഞ്ഞാൽ ഈ ടീമിന് നോക്കേണ്ടതില്ല. പക്ഷേ ആ ടീം സെറ്റാകും എന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയില്ല, കണ്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഓപ്പണിംഗ്. അപ്പോൾ എയ്ഡൻ മാർക്രവും മിച്ചൽ മാഷുമായിരിക്കും ഓപ്പണിംഗ് ചെയ്യുന്നത്. നമ്പർ 3 ഋഷഭ് പന്തോ നിക്കോളാസ് പൂർണ്ണ. എനിക്ക് തോന്നുന്നത് ഋഷഭ് പന്തിനേക്കാളും നിക്കോളാസ് പൂർണ്ണ നമ്പർ 3 വരാനാണ് ചാൻസ്. കാരണം ഗൺ ബാറ്റ്സ്മാൻ, ഫോം നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ക്രിക്കറ്റ്. ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൈ, നിക്കോളാസ് പൂരൻ, പിന്നെ ഹെൻറിക് ക്ലാസൻ, ഈ 3 പേരാണ് ഇപ്പോൾ T20 ക്രിക്കറ്റിൽ അവരുടെ അഴിഞ്ഞാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആ ഒരു വേർഡ് തന്നെ പറയണം. കാരണം അങ്ങനെയാണ് അടിക്കുന്നത് 3 പേരും. നിക്കോളാസ് പൂരനൊക്കെ എല്ലാ കളിയിലും അടിക്കും. US ലീഗ് എന്തോ ഉണ്ടായിരുന്നില്ലേ, അതിലൊക്കെ അടിയെന്ന് പറഞ്ഞാൽ അടിച്ച് കൈ കൊടുക്കുക, അങ്ങനെ തന്നെ പണിയാണ് പുള്ളി. വന്ന് ഒരു 96, ഒരു 85, ഒരു 70 ഈ ഒരു സ്കോറിലൊക്കെയാണ് നിൽക്കുന്നത്. അടിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മാത്രമേ ആ ടീമിൽ അടിക്കൂ. അങ്ങനെ സ്കോർ ബോർഡ് നോക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അറിയാം. ഡ്രീം 11 കളിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അറിയാം. പുള്ളിക്കാരനുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ക്യാപ്റ്റൻ ഇടും. അത് ഈ ഡ്രീം 11 ഇങ്ങനെയുള്ള കോൺടെസ്റ്റ് കളിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. സോ നിക്കോളാസ് പൂരൻ 3 കളിക്കാനാണ് ചാൻസ്. നമ്പർ 4 ഋഷഭ് പന്ത്, ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ, എല്ലാം ചെയ്യാൻ ഈ ടീമിൻ്റെ എല്ലാമായി ആവാൻ പോകുന്ന താരം ഋഷഭ് പന്താണ്. പക്ഷേ ഇവിടെ ഞാൻ ആകെ വറീഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ട്രാക്ക് എന്ന് പറയുന്നത് അത് DC ഋഷഭ് പന്തിന് കിട്ടിയ ഒരു ട്രാക്ക് ആയിരിക്കില്ല ഇവിടെ കിട്ടാൻ പോകുന്നത്. ആ ഒരു കാര്യം ഋഷഭ് പന്ത് സർവൈവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഒരു ലോങ് ടേം ആയിട്ട് ഈ ടീമിൽ നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെ എങ്ങാനും ഒരു പ്രശ്നം ഈ പുള്ളിക്കാരന് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേൾഡിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ട്രാക്കുകളൊക്കെ അടിപൊളിയായിട്ട് ടെസ്റ്റിൽ പോലും ബോൾ സ്വിങ് ചെയ്യുന്ന ടെസ്റ്റിൽ പോലും അടിച്ചെടുത്തിട്ടുള്ള താരമാണ് ഋഷഭ് പന്ത്. സോ അതുകൊണ്ട് അതും സർവൈവ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 27 crore എടുത്തത്. മോസ്റ്റ് ഹയസ്റ്റ് പെയ്ഡ് ക്രിക്കറ്റർ എവർ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പേ ചെയ്യപ്പെട്ട പ്ലെയർ ഋഷഭ് പന്തായി മാറി എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ അവരുടെ ലോവർ മിഡിൽ ഓർഡറിലോട്ട് വരുമ്പോൾ ഡേവിഡ് മില്ലർ നല്ല ഫോമിൽ കളിക്കുന്നുണ്ട്. ഹിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ഹിറ്റിംഗ് ആണ്. സോ ആ ഒരു മിഡിൽ ഓർഡർ നല്ല മിഡിൽ ഓർഡറാണ്. ആയുഷ് ബദുനൊക്കെ നല്ല കോൺട്രിബ്യൂഷൻസ് ആണ് റീസെൻറ്റ് ടൈംസ് ചെയ്തത്. ചെറിയ 4 കോടിക്കൊക്കെ ആണ് റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. സോ അദ്ദേഹം നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അബ്ദുൾ സമദ് ആയിരിക്കും ഇവരുടെ ഇമ്പാക്ട് സബിലാണ് അബ്ദുൾ സമദ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നത്. അത് ബോളിങ്ങിലാകുമ്പോൾ മറ്റൊരു ബോളർ പേര് പറയുമ്പോൾ നമുക്കത് പറയാം.
പിന്നെ ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് രവി ബിഷ്ണോയി ആണ്. രവി ബിഷ്ണോയിക്ക് കമ്പനി കൊടുക്കാൻ ആരുമില്ല എന്നുള്ളത് ഇവിടെ ഈ ഒരു ടീമിൻ്റെ നമ്മൾ ബാക്കപ്പ് നോക്കുമ്പോൾ അത് പറയാം കേട്ടോ. കാരണം ഇമ്പാക്റ്റിൽ അവർ ഒരു സ്പിന്നറെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഉണ്ട്, സ്പിന്നേഴ്സ് ഉണ്ട് അവരുടെ ബാക്കപ്പിൽ. നോക്കാം നമുക്ക്. അതിന് മുമ്പേ ഫാസ്റ്റ് ബോളേഴ്സ്, ഇവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാം റീറ്റെയിൻ ചെയ്തിട്ട് കോർ ഫാസ്റ്റ് ബോളിങ്ങിനാണ് ഇവർ റീറ്റെൻഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആരായാലും ആകാശ്ദീപിനൊക്കെ 8 കോടി കൊടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആകാശ്ദീപ് ടെസ്റ്റ് അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. IPL നിന്നൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല ഇതുവരെ. 8 കോടിയൊക്കെ കൊടുത്തിട്ട് എടുത്തു എന്ന് പറയുന്നത് ഭയങ്കര പൊളിച്ചു എന്നാണ് പറയേണ്ടത് ഒരു കാര്യമാണ് ആകാശ്ദീപിൻ്റെത്. മോഷിൻ ഖാൻ ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റാണ് പുള്ളിക്കാരൻ. ഇവിടെയൊക്കെ ഈ മോഷിൻ ഖാനിനൊക്കെ പ്രശ്നം 14 കളി പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം ഷുവറാണ്. പക്ഷേ ഇഞ്ചുറി പ്രോണാണ്, കളിക്കില്ല 100%. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഈ മോഷിൻ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ, എന്നിരുന്നാലും കളിക്കലെന്ന് 100% ഷുവറാണ്. ഇതുവരെ കളിച്ചു കാണില്ല, പിന്നെ ഈ ഒരു സീസൺ കളിക്കാൻ പോകും ചാൻസ് ഇല്ല. കാരണം ഇഞ്ചുറി പ്രോണാണ്. അങ്ങനെയാണ് അവരുടെ ഒരു പ്ലെയറിൻ്റെ ഒരു നേച്ചറാണ്, നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ആവേശ് ഖാനൊക്കെ കളിക്കും, 14 ഗെയിം കളിക്കാൻ പറഞ്ഞാൽ കളിക്കും. ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണലാണ്, പക്ഷേ ഇപ്പോൾ അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന താരം ലാസ്റ്റ് സീസണിൻ്റെ ഫൈൻഡിങ് മയങ്ക് യാദവ് 150 കേസ് എറിയാൻ കപ്പാസിറ്റി ഉള്ള താരം. ഈ സീസണും അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകർക്കും, ബോളിംഗ് തകർക്കും. ഈ പുള്ളിക്കാരനാണ് ഈ ടീമിൻ്റെ ബോളിങ്ങിൻ്റെ ലീഡറായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ പയ്യനാണ്, റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് വലിയൊരു എമൗണ്ട്, 14 crore 12 crore എങ്ങാണ്ട് കൊടുത്ത് റീറ്റെയിൻ ചെയ്തതാണ്. സോ അതൊരു വലിയൊരു റീറ്റെൻഷനാണ്. ഓൾ ഇൻ ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ മയങ്ക് യാദവിന് ഇമ്പാക്റ്റ് ഇടില്ല. അവർ ഫസ്റ്റ് ബോൾ ചെയ്യാന്നുണ്ടെങ്കിൽ മയങ്ക് യാദവ് ടീമിലുണ്ടാവും. സമദ് പുറത്തിരിക്കേണ്ടി വരും. എന്നിട്ട് സമദിനെ സെക്കൻഡ് ഇന്നിങ്സിൽ ഇമ്പാക്റ്റ് ചെയ്യിക്കാനാണ് സാധ്യത. ഇതായിരിക്കും ഇവരുടെ സ്ട്രക്ചർ. നമുക്ക് ഇമ്പാക്റ്റ് നോക്കാം, ബാക്കപ്പ് ബെഞ്ച് സ്ട്രെങ്ത് നോക്കാം കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. ഏതാ ടീം? LSG. ഇമ്പാക്റ്റ് ഇവർക്ക് ഉണ്ടാവും എന്തായാലും. ലക്നൗ സൂപ്പർ ജയൻസ് കിട്ടുമോ? അക്സെപ്റ്റ്. അവരോ ഹിമ്മത് സിംഗ് ഉണ്ട്, ഹിമ്മത് സിംഗ്, യുവരാജ് ചൗധരി, എഡം ആക്രം പറഞ്ഞു. അർഷിൻ കുൽക്കർണി ഓൾറൗണ്ടറാണ്. അർഷിൻ കുൽക്കർണിയൊക്കെ ഒരു പ്ലെയർ നോക്കണ്ട കേട്ടോ. പുള്ളിക്കാരനൊക്കെ മെല്ലെ ഇന്ത്യൻ ക്രിക്കറ്റിലോട്ട് പിച്ച വെച്ച് വരുന്നുണ്ട്. ഷബാസ് അഹമ്മദ്, അതാണ് ഞാൻ പറഞ്ഞത്. ഷബാസ് അഹമ്മദ് ആയിരിക്കും ഇവിടെ സ്പിന്നിൽ രവി ബിഷ്ണോയ്ക്ക് പെയർ ചെയ്യുന്നത്. ഷബാസിനെ ആയിരിക്കാം ഇവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവർ ആകാശ്ദീപിനെയും മോഷിൻ ഖാനെയും ആവേശ് ഖാനെയും മയങ്ക് യാദവിനെയും ഒരുമിച്ച് ഒരിക്കലും കളിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇവരുടെ ട്വിസ്റ്റ്. കാരണം സ്പിൻ ട്രാക്കിൽ ഇവർ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറെ പുറത്തിരുത്തിയിട്ട്, അത് ഇവർക്ക് ആക്ച്വലി നല്ലതാണ്. കാരണം ഇവരൊക്കെ എക്സ്ട്രീം ഫാസ്റ്റ് ബോളേഴ്സാണ്. മയങ്ക് യാദവിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കുഴപ്പമില്ല, ഷഫിൾ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ടീമാണിത്. ഒരാളെ പുറത്തിരുത്തിട്ട് അവിടെ ഷബാസ് അഹമ്മദിനെ യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് ആം സ്പിന്ന്. കാരണം അവർക്ക് ഇത് അവർക്ക് വേണം. ഈ രവി ബിഷ്ണോയൊക്കെ ലെഗ് സ്പിന്ന് പോലെ വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനൊക്കെ ഓഫ് സ്പിന്നാണ്. അവൻ്റെയൊക്കെ ഗൂഗിളിയാണ് പുള്ളിക്കാരൻ്റെ ജെന്യൂൻ ഡെലിവറി. ലെഗ് സ്പിന്ന് ഇടയിലൊന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് പുള്ളിക്കാരൻ്റെ നോർമൽ ഡെലിവറി, മിസ്റ്ററി ഡെലിവറി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ഡെലിവറി. പുള്ളിക്കാരുടെ ഒരു ഓഫ് സ്പിന്നറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. മിസ്റ്ററി ബോളിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ ബാറ്റ്സ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതൊരു ഓഫ് സ്പിൻ പോലെയാണ് വരിക. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണെങ്കിൽ അത് പുറത്തോട്ടാണ് വരിക, റൈറ്റ് ഹാൻഡർ ആകുമ്പോൾ ടേൺ ചെയ്തിട്ട് ഇൻ ടേൺ ആയിട്ടാണ് വരിക. അപ്പോൾ ഷബാസ് അഹമ്മദ് ആയിരിക്കും അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വരുന്നത്. മാത്യു ബ്രിഡ്സ്കെയാണ് ഇവിടെ ബാക്കപ്പായിട്ട് പറയുന്നത്. സൗത്ത് ആഫ്രിക്കൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. നല്ല ബാക്കപ്പാണ്. അത്യാവശ്യം നന്നായിട്ട് ഇപ്പം ഡൊമസ്റ്റിക് T20 ക്രിക്കറ്റിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റ് ആവും. ഒരു എസ്റ്റാബ്ലിഷ്ഡ് സീസണൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇഞ്ചുറി കൺസേൺ, മിച്ചൽ മാർഷിന് ഇഞ്ചുറി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിപ്ലേസ് ചെയ്തിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. ദെൻ ആകാശ് സിംഗ് ഉണ്ട്. ആകാശ് സിംഗ് ഒക്കെ CSK കളിച്ച പ്ലെയറാണ് ആകാശ് സിംഗ്. ആവേശ് ഖാൻ പറഞ്ഞു. മണിമാരൻ സിദ്ധാർത്ഥ്, തമിഴ്നാടുകാരനായ മണിമാരൻ സിദ്ധാർത്ഥിൻ്റെ ബോളറാണ്. പുള്ളിക്കാരനൊക്കെ സബ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സബ്ബെന്നോ ബെഞ്ചിൽ നല്ല ബെഞ്ച് പ്ലെയറാണ്. ടീമിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യുമെന്ന് തോന്നുന്നു. രാജ്വർദ്ധൻ ഹങ്കർക്കൊക്കെ CSK ബെഞ്ചിൽ ഒരുപാട് കാലം നമ്മൾ കണ്ട് യൂസ്ഡ് ആയിപ്പോയ താരം രാജ്വർദ്ധൻ ഹങ്കർക്കൊക്കെ ബാറ്റിംഗ് ചെയ്യും, ബോളിംഗ് ചെയ്യും, ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്. കളിക്കും, അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ദെൻ ഷമാർ ജോസഫ്, ആ ഒരു റിറ്റൻഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ ഒരു ഓപ്ഷൻ്റെ എക്സൈറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷമാർ ജോസഫിനെ 50 ലാഖിനെങ്ങാണ്ട് മുംബൈ വിളിച്ചപ്പോൾ 55 ലാഖിന് റിറ്റൻഷൻ എടുത്ത ടീമാണ്. സോ അതൊരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. സോ ഇതൊക്കെയാണ് ഇവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തും പ്രോബബിൾ പ്ലേയിങ് 11ഉം.
ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്ന പ്ലേയിങ് ലെവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ടീം ഇതാണ്. കാരണം ഇവരുടെ ഒരു പ്ലേയിങ് ലെവൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ പ്ലേയിങ് ലെവൻ. കാരണം ചിലപ്പോൾ മാത്യു ബ്രിഡ്സ്കിയൊക്കെ ഇവർ സ്റ്റാർട്ടിംഗ് ലെവലിലൊക്കെ കൊണ്ടുവരും. ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഒരു സർപ്രൈസ് പാക്കേജ് ആയിട്ട് ഋഷഭ് പന്തൊക്കെ വന്നു വരും. കാരണം ഇവർക്ക് എന്തും ചെയ്യാം. കാരണം ഇവരുടെ ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ്. ഇപ്പം നമുക്ക് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് പറയാം, ശുഭ്മൻ ഗില്ലായിരിക്കും, ജോസ് ബട്ട്ലറായിരിക്കും ഓപ്പണിങ്. നമുക്കറിയാം, ഷുവറാണ്, ഷുവർ ഷോട്ടാണ് അതൊക്കെ. 1 ഡൗൺ സായി സുദർശൻ ഫിക്സ് ആണത്. ഇങ്ങനെ ഈ ഒരു ലൈനപ്പ് ഫിക്സ് ആണ്. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഋഷഭ് പന്ത് 1 ഡൗണിലൊക്കെ വന്നു വരും. നിക്കോളാസ് പൂരൻ ചിലപ്പം ഫിനിഷിംഗ് റോളിൽ ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിനിഷിംഗ് റോളിൽ ആളില്ലെന്നുണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭയങ്കര ലോ, ഒരു ചാൻസും ഇല്ല. നിക്കോളാസ് പൂരൻ ലോ ഡൗണിൽ വരാൻ ഒരു ചാൻസും ഇല്ല. വരാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലൈനപ്പിൽ നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ ഇത് പ്ലേയിങ് ലെവൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതന്നെ ആയിരിക്കും ഒരു 99% ഇതൊക്കെ തന്നെ ആയിരിക്കും. ഷബാസ് അഹമ്മദ് വരും, എന്തായാലും വരും. ഈ 4 ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഒരാൾക്ക് റെസ്റ്റ് കൊടുത്ത് ഷബാസ് അഹമ്മദ് ഇമ്പാക്റ്റ് ആയിട്ടേ വരുള്ളൂ. അത് യെസ്, അങ്ങനെ തന്നെയാണ്. സോ അത്രയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യം. ട്രാക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ട്രാക്കാണ്. ഒരു 200 ട്രാക്കൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു 180, 190 ഒക്കെ മാക്സിമം സ്കോർ ആയിരിക്കും. 160 വന്നാൽ പോലും ആ ട്രാക്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാക്കായിരിക്കും അവർ കൊടുക്കാൻ ചാൻസ് കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ്, അതുകൊണ്ടാണ് ഈ ബോളിംഗ് ലൈനപ്പ് ഭയങ്കര ബോളിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടീമാണ്. ഇവരും ഒരു ബോളിംഗ് ഓറിയൻറ്റഡ് ആണ്. സ്പിന്നേഴ്സിൻ്റെ അത്യാവശ്യം ഭയങ്കര സ്പിന്നിങ് ട്രാക്ക് ആവാൻ ചാൻസ് ഇല്ല. കാരണം രവി ബിഷ്ണോയും ഷബാസും മാത്രം മതി ഒരു സ്പിന്നിങ് ട്രാക്കിന്. അതൊക്കെ അവർ രണ്ടുപേരൊക്കെ ധാരാളമാണ്. പക്ഷേ ചാൻസ് ഇല്ല. പക്ഷേ ബോളിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കും ഇവർ കൊടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ. റീസെൻ്റ് ഇയർ അവരുടെ ട്രാക്ക് വെച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെ കാണേണ്ടി വരും എന്ന് തോന്നുന്നു. സോ അത്രയുമാണ് ഈ ഒരു ടീമിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കമൻറ്റുകളും കാര്യങ്ങളും, വ്യത്യസ്തമായ പ്ലേയിങ് ലെവൻ ഉണ്ടെങ്കിൽ പോലും പറയുക. ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. അത്രയൊക്കെ അല്ലേ ഉള്ളൂ. വേറെ എന്താ പറയാനുള്ളൂ? 1 2 3 4 5 6 7 8 9 10 11 12. ഇപ്പോൾ 12 ആണല്ലോ, 11 അല്ലല്ലോ. പ്ലേയിങ് 11 അല്ലല്ലോ, പ്ലേയിങ് 12. കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടീമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്ത ടീം നോക്കാം. ബൈ.